ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് സ്വാഗതം. GST റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും അതുപോലെ തന്നെ S&P ഗ്ലോബൽ ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തതും ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് നമ്മുടെ മാർക്കറ്റിനെ വലിയ തോതിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചിരുന്നു. കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ഓവറോൾ 2.2% ഒരു അപ്സൈഡ് മൂവ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് വാർത്തകൾ കാരണം ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റിയിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. ഇത് കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സെല്ലിങ്ങിന്റെ ഒരു തീവ്രത കുറയ്ക്കുകയും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അവർ 1246 കോടിയുടെ ഒരു നെറ്റ് ബൈയിങ് പൊസിഷനിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ പോസിറ്റീവായി നിൽക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ വലിയൊരു ഫോൾ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ ഉണ്ടാക്കിയ ആ ഒരു നേട്ടം മൊത്തമായിട്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ട് 24,800 ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പൊ 25,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ താഴോട്ടേക്ക് വന്ന നിഫ്റ്റി സ്വാഭാവികമായിട്ട് 25,000 താഴോട്ടേക്ക് വരുമ്പോൾ ശക്തമായ സെല്ലിംഗ് പ്രഷർ നിഫ്റ്റി നേരിടാറുണ്ട്. അത് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുള്ള 29,950 നിൽക്കാതെ വീണ്ടും താഴോട്ടേക്ക് പോവുകയുണ്ടായത്. അപ്പോൾ ഓവറോൾ 200 പോയിന്റിന്റെ ഒരു ഫോളാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലെവൽ നമ്മൾ കാണുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മാർക്കറ്റ് പ്രധാനപ്പെട്ട ചില ഇവന്റുകൾക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിലൊന്ന് ഇന്ന് നടക്കാൻ പോകുന്ന ജെറോം പവലിന്റെ സ്പീച്ചാണ്. ജാക്സൺ ഹോൾ മീറ്റിംഗിൽ നടക്കുന്ന ആ ഒരു സ്പീച്ചിനെ ഓവറോൾ വേൾഡ് വൈഡ് മാർക്കറ്റ് തന്നെ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ ജാക്സൺ ഹോൾ എക്കണോമിക് സിംബോസിയം എന്ന് പറയുന്നത് എല്ലാ വർഷവും നടക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ എക്കണോമിക് കോൺഫറൻസ് ആണ്. അപ്പൊ ഈ ഒരു സിംബോസിയത്തിന് ആതിഥ്യമരുളുന്നത് ഫെഡറൽ ബാങ്ക് ഓഫ് കൻസാസ് സിറ്റി, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ജാക്സൺ ഹോൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു സെൻട്രൽ ബാങ്കാണ് ഇതിനെ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോകത്താകമാനമുള്ള സെൻട്രൽ ബാങ്ക് ലീഡേഴ്സ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ ലോക കാര്യങ്ങളും അതുകൂടാതെ തന്നെ സാമ്പത്തിക കാര്യങ്ങളും ഗ്ലോബൽ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഡയറക്ഷനൊക്കെ തീരുമാനിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് അവിടെ നടക്കുക. ഇപ്പോൾ ന്യൂയോർക്ക് ടൈം ഇത് വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ മോസ്റ്റ് എക്സ്ക്ലൂസീവ് എക്കണോമിക് ഗെറ്റ് ടുഗദർ ആണ്. അപ്പോൾ ആ രീതിയിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു മീറ്റിംഗ് ആണിത്. ഇപ്പോൾ ഇവിടെ ജെറോം പവലിന്റെ സ്പീച്ചാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന FOMC മീറ്റിംഗിൽ അതിന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ 2 ഗവർണേഴ്സ് ഇൻട്രസ്റ്റ് കട്ട് റേറ്റിന് വേണ്ടി വാദിച്ചിരുന്നു. എന്നാൽ ഭൂരിപക്ഷം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വേണ്ട എന്നും വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള മോഡിലേക്ക് പോവുകയുണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം പല എക്കണോമിക് കണ്ടീഷൻസും വേൾഡ് വൈഡായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു റേറ്റ് കട്ടിൻ്റെ സാധ്യത അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാവുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഒരു കോഷ്യസ് സ്റ്റാൻഡ് US മാർക്കറ്റിലായാലും വേൾഡ് വൈഡ് മാർക്കറ്റിലായാലും ഈവൻ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതുകൂടാതെ റഷ്യൻ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ടിട്ട് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമാധാന ശ്രമങ്ങൾക്ക് ഏറ്റ വലിയൊരു തിരിച്ചടിയായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് ആ ഒരു വാർ ഫ്രണ്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിട്ടുള്ളത് റഷ്യ കഴിഞ്ഞ ദിവസം 574ഓളം ഡ്രോണുകളും 40ഓളം മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള വമ്പിച്ച അറ്റാക്കാണ് ഉക്രൈനിൽ നടത്തിയതെന്നാണ്. കൂടാതെ ഉക്രൈനിലെ വെസ്റ്റ് പാർട്ടിൽ സ്ഥിതി ചെയ്യുന്ന US ഇലക്ട്രോണിക് മാനുഫാക്ചർ ഫെസിലിറ്റിക്ക് നേരെയും അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ സെലൻസ്കി പറയുന്നത് ഇത് US ഈ ഒരു വിഷയത്തിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ പീസ് ഇനിഷ്യേറ്റീവ് ഫലം കാണാതെ പോകും എന്നുള്ള ഒരു ആശങ്കയാണ് മൊത്തത്തിലുള്ളത്. ഇതും നമ്മൾ ഇന്നത്തെ മാർക്കറ്റിനെ നെഗറ്റീവായി ബാധിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം റഷ്യ ഉക്രൈൻ വാറിന്റെ എസ്കലേഷൻ എപ്പോഴും അത് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസ് വരാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അതിശക്തമായ എതിർപ്പാണ് ഇപ്പോൾ ട്രംപ് കൂടാതെ മറ്റ് US പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർ എസ്കലേഷൻ കാരണം നമ്മൾ ഡിഫൻസ് സെഗ്മെന്റിലെ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ചലനം ഉണ്ടായതായിട്ട് കാണാം. ഏകദേശം പകുതിയോളം സ്റ്റോക്കുകൾ ഇന്ന് നേരിയൊരു റാലി കണ്ടു. അതിൽ DCX ഇന്ത്യ, സെൻ ടെക്നോളജീസ്, ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സുകളൊക്കെ 2% മുതൽ 6% വരെ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സെഗ്മെന്റിലുള്ള ഏകദേശം പകുതിയോളം സ്റ്റോക്കുകൾ മുന്നോട്ടേക്ക് പോയതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഉൾപ്പെടുന്ന ലാർജ് ക്യാപ് ഇൻഡെക്സ് ആയിട്ടുള്ള ടോപ്പ് 100 കമ്പനികളിലാണ് കാര്യമായിട്ടുള്ള ഫോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റി 100ന്റെ ഇൻഡെക്സ് 0.82% ഡൗൺ ആയിരുന്നു. എന്നാൽ നമ്മൾ മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും വന്നാൽ അത്രമാത്രം ഒരു ക്രാഷ് ഉണ്ടായിട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് 0.18% മാത്രമാണ് താഴോട്ട് പോയത്. അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് 0.16% മാത്രമാണ് താഴോട്ടേക്ക് പോയത്.
ഇപ്പോൾ മേജറായിട്ടുള്ള സെല്ലിംഗ് നടത്തുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്കിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. ഇത് കൂടാതെ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫോൾ ഉണ്ടായിട്ടുള്ളത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലാണ്. അവിടെ SBI, ബാങ്ക് ഓഫ് ബറോഡ, HDFC ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കൊടാക് ബാങ്ക് പോലെയുള്ള ബാങ്കുകളിലൊക്കെ ഏകദേശം 1% കൂടുതലുള്ള ഒരു ഫോൾ നടന്നതായിട്ട് കാണാം. ഇനി നമ്മൾ പുതുതായിട്ട് ലിസ്റ്റ് ചെയ്ത ചില IPO സ്റ്റോക്കുകളിലേക്ക് വന്നാൽ നമുക്കറിയാം 2025 IPO മാർക്കറ്റ് ഒരു ഗോൾഡൻ ഇയർ ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരും. കാരണം പല പുതുതായി ലിസ്റ്റ് ചെയ്ത കമ്പനികളും അതിൻ്റെ പ്രൈസ് ഏകദേശം 95% വരെ ഷൂട്ടപ്പ് ചെയ്തതായിട്ട് കാണാം. അതായത് മാസങ്ങൾ കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ഡബിളായിട്ട് നൽകിയതായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു സമ്മറി പരിശോധിച്ചാൽ 49ഓളം മെയിൻ ബോർഡ് IPOകളാണ് വന്നിട്ടുള്ളത് ഈ 2025 പറഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ ഒരു 49 IPOകളിൽ ഏകദേശം 34ഓളം IPOകൾ ലിസ്റ്റിംഗ് ഗെയിൻ നേടിയിരുന്നു. 8 IPOകൾ മാത്രമാണ് ലിസ്റ്റിംഗ് ലോസ് വന്നിട്ടുള്ളത്. നിലവിലിപ്പോൾ 7ഓളം IPOകൾ ഓപ്പണായി നിൽക്കുകയാണ്. അപ്പോൾ IPO ലിസ്റ്റിങ്ങിന് ശേഷമുള്ള ഒരു സിനാരിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ലിസ്റ്റ് ചെയ്ത IPOകളിൽ 31ഓളം IPOകൾ ഇപ്പോഴും ഗെയിനിൽ തന്നെയാണ് നിൽക്കുന്നത്. 11ഓളം IPOകളാണ് ലോസിൽ നിൽക്കുന്നത്. അപ്പോൾ IPO മാർക്കറ്റിൽ നമ്മൾ സെലക്റ്റീവായിട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റേഴ്സിന് ഗുണമുണ്ടാകുന്നുണ്ട് എന്നാണ് ഈ ഒരു സമ്മറിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പോസ്റ്റ്രാം ഇൻഫോസിസ്റ്റം ലിമിറ്റഡ് ആണ്. ഇത് 2025 ജൂണിലാണ് ഇതിൻ്റെ IPO വരുന്നത്. 168 കോടിയുടെ ഒരു സ്മോൾ IPO ഇഷ്യൂ സൈസ് ആയിരുന്നു. IPO പ്രൈസ് 105 ആയിരുന്നു. ലിസ്റ്റിംഗ് ഡേ 126 എന്ന ലെവലാണ് ലിസ്റ്റ് ചെയ്ത് 20% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 204 എന്നുള്ള ഒരു പ്രൈസ് ലെവലാണ്. ഏകദേശം 97% ഒരു ഗെയിനാണ് മാസങ്ങൾ കൊണ്ട് ഈ ഒരു പോസ്റ്റ്രാം ഇൻഫോസിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു IPO നേടിയത്. അപ്പോൾ ഈ ഒരു കമ്പനി UPS സിസ്റ്റം, ഇൻവേർട്ടേഴ്സ്, സോളാർ ഹൈബ്രിഡ് സിസ്റ്റം, ലിത്യം അയൺ ബാറ്ററി പാക്സ്, വോൾട്ടേജ് സ്റ്റെബിലൈസർ തുടങ്ങിയ പവർ മേഖലയിലും IT മേഖലയിലുമുള്ള പലവിധ ഹാർഡ്വെയർ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഇതേപോലെ IPO നേട്ടം നേടിയ മറ്റൊരു സ്റ്റോക്ക് ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. 2025 ഫെബ്രുവരി മാസമാണ് ഇതിൻ്റെ IPO വരുന്നത്. 858 കോടിയുടെ ഒരു ഇഷ്യൂ സൈസ് ആയിരുന്നു ഈ IPOക്ക് ഉണ്ടായിരുന്നത്. IPO പ്രൈസ് 425 ആയിരുന്നു. ലിസ്റ്റിംഗ് ഡേ 387 എന്ന ലെവലിലാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് അന്ന് ലിസ്റ്റിംഗ് ലോസ് ആയിരുന്നു. 8% ലോസിലാണ് ലിസ്റ്റ് ചെയ്തത്. പക്ഷെ പിന്നീട് ഈ സ്റ്റോക്ക് ഷൂട്ടപ്പ് ചെയ്യുകയും 790 എന്ന ലെവലിൽ എത്തുകയും ചെയ്തു. അതായത് ഏകദേശം 78% ഒരു ഗെയിന് ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നൽകിയതായിട്ട് കാണാം. അപ്പോൾ പവർ ഗ്രിഡിന് വേണ്ടിയിട്ടുള്ള ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അതായത് ട്രാൻസ്ഫോമേഴ്സ്, റിയാക്ടേഴ്സ്, കൺവേർട്ടേഴ്സ് പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. മറ്റൊരു സ്റ്റോക്ക് വമ്പിച്ച നേട്ടം നേടിയത് ആദിത്യ ഇൻഫോടെക് ആണ്. ഇത് ഈ മാസമാണ് ലിസ്റ്റ് ചെയ്തത്. 1300 കോടിയുടെ ഇഷ്യൂ സൈസുള്ള ഒരു IPO ആയിരുന്നു. IPO പ്രൈസ് 675 ആയിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 1082 എന്ന പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് 60% ഒരു ഗെയിൻ ലിസ്റ്റിംഗ് ഡേയിൽ തന്നെ നേടിയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 1344 എന്ന ലെവലിലാണ്. ഏകദേശം 90% ഓവറോൾ നേട്ടമാണ് ഈ ഒരു മാസം കൊണ്ട് ഈ IPO ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദിത്യ ഇൻഫോടെക്സ് മെയിനായിട്ട് CCTV ക്യാമറകൾ, സെക്യൂരിറ്റി സർവൈലൻസ് പ്രൊഡക്റ്റുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. മറ്റൊരു വമ്പിച്ച IPO നടന്നത് ബെൽറൈസ് ഇൻഡസ്ട്രീസിൻ്റെയാണ്. 2150 കോടിയുടെ ഇഷ്യൂ സൈസ് ഉണ്ടായിരുന്ന ഈ ഒരു IPO 2025 മെയ് മാസമായിരുന്നു വന്നത്. ഇതിൻ്റെ IPO പ്രൈസ് 90 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 97 എന്ന ലെവലാണ് ലിസ്റ്റ് ചെയ്ത്. വലിയൊരു ലിസ്റ്റിംഗ് ഡേ ഗെയിൻ ഈ സ്റ്റോക്കിന് ഉണ്ടായിരുന്നില്ല. 8% ഒരു ഗെയിൻ മാത്രമാണ് ഉണ്ടായത്. പക്ഷെ പിന്നീട് ചില ബ്രോക്കറേജ് ഏജൻസികൾ ഇതിന് ബൈ റേറ്റിംഗ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്ക് ഷൂട്ടപ്പ് ചെയ്യുകയും 146 എന്ന ലെവലിലാണ് ഇതിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് 60% ഓവറോൾ നേട്ടം ഇത് ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തതായിട്ട് നമുക്ക് കാണാം. ഇത് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് നിർമ്മിക്കുന്ന പ്രത്യേകിച്ച് 3 വീലർ, 2 വീലർ, 4 വീലർ ഇങ്ങനെ പല ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിലും പല ലീഡിങ് ക്ലയൻസും പ്രത്യേകിച്ച് ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, ഹോണ്ട പോലെയുള്ള ക്ലയൻസിനൊക്കെ കമ്പോണൻസ് നിർമ്മിക്കുന്ന കമ്പനിയാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസ്. മറ്റൊരു IPO വമ്പിച്ച നേട്ടം നമുക്ക് ഇതായിട്ട് നമ്മൾ കാണുന്നത് NSDLൻ്റെ IPO ആണ്. ഇതും ഈ മാസമാണ് ലിസ്റ്റ് ചെയ്തത്. 4010 കോടിയുടെ വലിയൊരു IPO ആയിരുന്നു ഇത്. IPO പ്രൈസ് 800 രൂപയായിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 936 എന്ന ലെവലിലാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് ഏകദേശം 17% ഒരു ഗെയിൻ നേടിയിരുന്നു. ഇപ്പോൾ 1275 എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഓവറോൾ 55% ഒരു ഗെയിൻ ഇത് ഇൻവെസ്റ്റേഴ്സ് നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് BSEയിൽ, CDSL പോലെ NSEയിലുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്ററി കമ്പനിയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഒരു കമ്പനി എന്നുള്ള നിലക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കമ്പനി കൂടിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.